ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ നിയോ ഗ്ലോബൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടാണ് അത് നമ്മൾ ഓപ്പണിംഗ് സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം നിയോ ഗ്ലോബൽ എന്ന് പറയുന്നൊരു എന്താ പറയുക 0 forex ചാർജ് വരുന്നതുകൊണ്ട് തന്നെ ബാങ്കായിട്ട് കുറച്ച് കാലം മുമ്പ് തന്നെ ബാങ്കിനായിട്ട് ഹിറ്റായ ഒരു കാർഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്മുടെ DCB ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡായിട്ട് നമുക്കിപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓപ്പണിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. DCB ബാങ്കിൻ്റെ ഇതിനുള്ളിൽ നമുക്ക് ആകെ ഒരു അവരുടെ ഒരു വെൽക്കം ലെറ്ററും അതുപോലെ തന്നെ കാർഡും പിന്നെ നമുക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ടുള്ള DCB ബാങ്കിൻ്റെ ഒരു ബുക്ക്ലെറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻസ് ആണ്, എല്ലാവരും വാങ്ങിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ കസ്റ്റമർ ഐ ഡി സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാർഡ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാനിതൊന്ന് എടുക്കട്ടെ. കാർഡ് ഒരു ലെറ്ററൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ, നോർമൽ പേപ്പറാണ്. ഇതിന് ഞാൻ പറഞ്ഞ കുറേ നമുക്ക് അതിലൊരു ഞാൻ ഒരു കമൻറ്റ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ട് ആരും എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എന്നാണ് ആ വീഡിയോ വരെയൊക്കെ കാണാത്തവരാണ് ഇങ്ങനത്തെ വന്ന് കമൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് പറയട്ടെ, ഇത് ഇപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അടക്കം ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയോ ഗ്ലോബലിൻ്റെ ഡെബിറ്റ് കാർഡിനും നല്ല ഡിവാലുവേഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള എയർപോർട്ടിൽ സംഭവങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണലി മാത്രമല്ലോ, അതും നിങ്ങൾ 50,000 രൂപയൊക്കെ നിങ്ങൾ പ്രീവിയസ് മന്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവണം. പ്രീവിയസ് മന്തിൻ്റെ മൾട്ടിപ്പിൾ മന്ത്സിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. 50,000 ആണോ 5,000 ആണെങ്കിൽ കുഴപ്പമില്ല. 5,000 ആവാൻ വഴിയില്ല. ഞാൻ അത് കൺഫേം ചെയ്തിട്ട് എന്തായാലും പിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അവരുടെ കാർഡ് വന്നേക്കുന്നത്. ഇതും ഫ്രീ കാർഡൊന്നും അല്ല കേട്ടോ. അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടാണ്, പക്ഷേ ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നുണ്ട്. ജോയിൻ ഫീസ് ഇല്ല, അതന്നെ ഭാഗ്യം. ആനുവൽ ചാർജ് നമുക്ക് 500 രൂപ പ്ലസ് GST വരുന്നുണ്ട്. അതായത് ഇനി അടുത്ത കൊല്ലം ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 500 രൂപ GST കൊടുക്കേണ്ട ഒരു കാർഡിന്. അതും പോരാണ്ട് നമുക്കിത് ആക്ച്വലി ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 5,000 രൂപ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലല്ലോ. 5,000 രൂപ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാധനത്തിന് ചാർജ് ഇല്ല, അത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സംഭവം തന്നെ പറയുള്ളൂ നിയോ ഗ്ലോബൽ കാർഡിനെ. പക്ഷേ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഇയർ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ എടുക്കുന്ന സംഭവമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ഇഷ്യൂ ഇല്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആദ്യത്തെ കൊല്ലം ഞാൻ പറഞ്ഞല്ലോ ഡെബിറ്റ് കാർഡിന് ചാർജും സംഭവമൊന്നുമില്ല. അപ്പോൾ 12 മാസം കഴിഞ്ഞിട്ട് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 11 മാസമൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ക്ലോസ് റിക്വസ്റ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് 0 forex മാർക്കറ്റ് ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊല്ലത്തിൽ നിങ്ങൾ പുറത്തേക്ക് എങ്ങനെയും ഫോറിൻ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. നമുക്ക് മാർക്കറ്റ് ചാർജ് ഇല്ല, അതാണ് ഹൈലൈറ്റ് വരുന്നത് നിയോൻ്റെ. എൻ്റെ ഇത് ഇവരുടെ ഇക്വിറ്റാസ് ബാങ്കിൻ്റെ നിയോ കാർഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനും ചാർജ് ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചാർജ് സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജ് ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ എല്ലാ കാർഡുകൾക്കും ഉണ്ട്. ഭയങ്കരമായിട്ട് ഡിവാലുവേഷൻ സംഭവമൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ലെറ്റർ കാണിച്ചു തരാൻ മറന്നു. ലെറ്ററിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കസ്റ്റമർ ഐ ഡി വരുന്നുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടാണ്. ഇതാണ് വെൽക്കം ലെറ്റർ വരുന്നത്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വേണമെങ്കിൽ വായിക്കാം. താങ്ക് യു ഫോർ സ്റ്റേയിങ് എ ബാങ്കിങ് റിലേഷൻഷിപ്പ് വിത്ത് DCM Bank. We are delighted to have you on board and look forward for your അതൊക്കെ പോട്ടെ. Your DCB co-branded debit card is active for ATM and POS transaction within India domestic use ആണ് പറയുന്നത്. ഒരു കാർഡ് പിന്ന് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് വേറെ കാര്യം. എൻജോയ് access to your account anytime anywhere with DCB mobile banking app, Neo Global app or DCB internet banking. അപ്പോൾ DCB banking ആപ്പ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റൂടാ. അതൊരു നല്ല കാര്യം അത്യാവശ്യം. പിന്നെ നമുക്ക് ഇവരുടെ കുറേ വേറെ പ്രൊഡക്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. DCB ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ DCB ഗോൾഡ് ലോണ്, DCB ബിസിനസ് ലോണ്, DCB ഹോം ലോൺ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇത് വന്നേക്കുന്നത് മുംബൈ ബേസ്ഡ് ആണ്. DCB ബാങ്ക് ലിമിറ്റഡ് മുംബൈ, അവരുടെ ഹെഡ് ഓഫീസ് മുംബൈ എന്നുണ്ട്. അവരുടെ കസ്റ്റമർ കെയർ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അവരുടെ നിയോൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് ചാറ്റ് സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പമില്ലാണ്ട് റിപ്ലൈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്ത സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത സംഭവം കേട്ടോ. എന്തായാലും ജൂപ്പിറ്റർ അക്കൗണ്ട് അതുപോലെ തന്നെ ഫീ മണിയുടെ കാർഡൊക്കെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാർഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റാണ്. നമുക്ക് മറ്റേ പോലെ എന്താ പറയുക നമ്മുടെ ടെക്നോളജി ബേസ്ഡ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് നടക്കുന്ന ഒരു കാർഡല്ല. അപ്പോൾ അത് കുറച്ച് നല്ല കുഴപ്പമില്ലാത്ത കാർഡാണ്. അതിനായിട്ട് കുറച്ച് ബെറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് നമ്മുടെ റെഫറലിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും റെക്കമെൻഡേഷൻ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റ് ചാർജ് 0 ഉള്ളൊരു ഡെബിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം. ബൈ.